പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ വെള്ളത്തിൽ വേവിക്കുന്നതാണോ അതോ ആവിയിൽ വേവിക്കുന്നതാണോ നല്ലത് എന്ന സംശയം മിക്കവരിലും ഉള്ളതാണ്. ഇതിൽ ഏത് രീതി ഉപയോഗിക്കുമ്പോഴാണ് പച്ചക്കറികളുടെ ഗുണങ്ങൾ പരമാവധി ശരീരത്തിന് കിട്ടുന്നത് എന്ന് നോക്കാം. വളരെ എളുപ്പമുള്ളതും വേഗത്തിൽ ചെയ്യാൻ കഴിയുന്നതുമായ രീതിയാണ് വെള്ളത്തിൽ വേവിക്കുന്നത്. എന്നാൽ പച്ചക്കറികൾ മുഴുവനായും ചൂടുവെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് കാരണം പ്രധാനപ്പെട്ട ധാതുക്കളും വിറ്റമിനുകളും വെള്ളത്തിലേക്ക് ലയിച്ചു ചേരും. പോഷകനഷ്ടം കുറയ്ക്കാൻ തിളപ്പിച്ച ശേഷം മാത്രം വെള്ളത്തിലേക്ക് പച്ചക്കറികൾ ഇടുക. മിക്ക പച്ചക്കറികൾക്കും തിളച്ച വെള്ളത്തിൽ 3 മുതൽ 6 മിനിറ്റ് വരെ മാത്രം വേവ് ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ നേരം വെച്ച് പുഴുങ്ങുന്നത് പോഷകങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കും. അതുപോലെ പച്ചക്കറി വേവിച്ച വെള്ളം കളയാതെ സൂപ്പ്, ഗ്രേവി, സ്റ്റൂ എന്നിവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് പോഷകങ്ങൾ തിരികെ കിട്ടും. പച്ചക്കറികൾ പാകം ചെയ്യാൻ ഏറ്റവും ആരോഗ്യകരമായ രീതിയായി കണക്കാക്കുന്നത് ആവികയറ്റലാണ്. ചൂടുള്ള നീരാവി ഉപയോഗിച്ചാണ് ഈ രീതിയിൽ പാചകം നടക്കുന്നത്. പച്ചക്കറികൾക്ക് വെള്ളവുമായി നേരിട്ട് സമ്പർക്കം വരുന്നില്ല. ഇത് കാരണം വിറ്റാമിൻ സി, വിറ്റാമിൻ ബി കോംപ്ലക്സ് പോലുള്ള വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളും ഒട്ടും നഷ്ടപ്പെടാതെ നിലനിർത്താൻ സാധിക്കും. അതിനാൽ വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ആവി കയറ്റി എടുക്കുന്നതാണ്. ആവി കയറ്റുമ്പോൾ രുചി കൂട്ടാൻ വെള്ളത്തിൽ കുറച്ച് നാരങ്ങ കഷ്ണങ്ങളോ ഇഞ്ചിയോ അല്ലെങ്കിൽ തുളസിയിലയോ ചേർത്ത് ആവി കയറ്റുന്നതും നല്ലതാണ്.